അവരുടെ ഉത്തരവാദിത്തം നമ്മൾ എത്ര പറഞ്ഞാൽ മതി. നിയമമൊന്നും നമുക്ക് മാറ്റി എഴുതാൻ പറ്റൂല. ഇന്ത്യൻ ഭരണഘടനയുടെ കൂറും വിശ്വസ്തയും പുറത്തുന്നവർ നമ്മളെല്ലാവരും. അതുകൊണ്ട് നിയമം അവർ പാലിച്ചോട്ടെ. ഇവരുടെ അവകാശങ്ങളെ പോലെ ഉത്തരവാദിത്തങ്ങളും പാലിക്കണം. ആ കാര്യത്തിൽ തീരുമാനം. ഇത് ആദ്യ ദിവസമല്ല, 4ാമത്തെ ദിവസമാണ്. 2 ദിവസങ്ങളില്ലാത്ത 2 ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കാൽപ്പാടും ഉണ്ട് അവിടെ. അന്നേരം ഇതിവിടെ ഉണ്ട്. എല്ലാവരോടും പറഞ്ഞ് വിഷയമാക്കണ്ട. ഇത് ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി സംശയമുണ്ടോ? ഇനി ഡൗട്ട്സ് ഇതിവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇല്ല. അന്നേരം കൃത്യമായ SOP പറയുന്ന പ്രകാരം ആക്ട് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? അത് പറയൂ. അതെനിക്ക് അത്രയും പറഞ്ഞാൽ മതി. SOP കൃത്യമായി പറഞ്ഞിട്ട് കമ്മിറ്റി ഉണ്ടാക്കാനും കൂട് വെക്കാനും അതിലൊരു ഡിലേയും പറയുന്നില്ല, ടൈം ഡിലേയും പറയുന്നില്ല. കൂട് നമുക്ക് ലഭ്യമല്ലേ? കോഴിക്കോട് DFOയുടെ കീഴിൽ കൂട് ലഭ്യമാണോ? ലഭ്യമാണ്. പാലശ്ശേരി താമരശ്ശേരി കണ്ടുണ്ട്. അതിവിടെ എത്തിക്കൽ പോലും നടന്നിട്ടില്ലോ. വെക്കുന്നത് 2ാമത്തെ കാര്യം. ഇതിപ്പോ ഡിസിഷൻ ഇപ്പൊ എടുത്താൽ NGO റെപ്രസെന്റേറ്റീവ്, ലോക്കൽ ബോഡി റെപ്രസെന്റേറ്റീവ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ബാക്കിയുള്ള 3 ആളുകളുണ്ടോ? ഇവർ കമ്മിറ്റി വെച്ചിട്ട് ഇനി 8 മാസം കഴിഞ്ഞു. ഇത് 4 ദിവസം മുമ്പ് രൂപീകരിക്കേണ്ട കമ്മിറ്റിയാണ്. വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ ജീവിതമാർഗമുള്ളൂ. ഞങ്ങൾക്ക് പേടിയുണ്ട്. എല്ലാവരും വരുന്ന കാര്യമാണ്. ആരും പോകരുത്. ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവരൊക്കെ പണിക്ക് അതിന് പോകുമ്പോൾ വിറകുണ്ടാക്കാൻ പോകാനും വെള്ളം തിരിക്കാൻ പോകാനും കന്നുകാലിയൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ. അവർക്ക് പുല്ല് കെട്ടാനൊക്കെ പോകാനൊക്കെ ഞങ്ങൾ തന്നെ ഇറങ്ങണം. ഞങ്ങൾക്ക് ചെറിയ പിള്ളേരെ സ്കൂളിൽ വിടുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ എവിടെ കിടന്നു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അധീക്ഷനെ പിടിച്ചു കഴിയുമ്പോഴേ നിങ്ങൾക്ക് വിഷമമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മന്ത്രി പുറത്തിറങ്ങല. കൃത്യമായി ഈ ചാർജുള്ള അങ്ങ് 4ാമത്തെ ദിവസം നിരന്തരമായി വിളിച്ചിട്ടും പത്രമാധ്യമം കൂടെ ആവശ്യപ്പെട്ടിട്ടും അങ്ങ് വരുന്നു തന്നെ. വന്നിട്ട് ഇനി ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞാൽ യു ആർ ദ റെസ്പോൺസിബിൾ എന്ന് പറയുന്നു. നിങ്ങൾ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആരാണ്? അധികാരം ഇല്ലെങ്കിൽ അധികാരമുള്ള മരണം. ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള ഈ കളി പറ്റൂല. കൂടെ വെക്കണം. ഞങ്ങൾ അതിനെ കൊല്ലാനോ തല്ലിക്കൊല്ലാനോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. യൂണിഫോം ഇട്ട എല്ലാവരും പോവാ. അങ്ങോട്ട് ആരും വരണ്ട. പഴയ കാലത്ത് ആരും വരണ്ട. ജനങ്ങൾ ഒന്നേ ഞങ്ങളുടെ ജീവൻ സ്വന്തം സംരക്ഷിക്കാനുള്ള അധികാരം തരണം. ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള അധികാരം തരൂ. അല്ലെ നിങ്ങൾ നിയമം പരിപാലിക്കൂ. നിങ്ങൾ തന്നെ അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടക്കം നിയമം പരിപാലിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? അല്ല പ്രസിഡന്റ്, ഒരൊറ്റ കാര്യട്ടെ. ഒരു മുള്ളമ്പന്നിനെ തല്ലിക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടല്ലോ. അല്ലാതെ നിങ്ങൾക്ക് അധികാരം ഇല്ലാത്ത എന്താ? ഇല്ല സാറ് ഫാമിലി ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു 6 മാസം അന്നേരം തീരുമാനമാവും.